ഹായ് ഗൈസ്, കുറേ ആയിട്ടോ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഒരു ട്രാവൽ വ്ളോഗ് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. ഞാനിന്ന് പോകുന്നത് ഗ്ലോബൽ വില്ലേജിലേക്കാണ്. 1-2 തവണ ഗ്ലോബൽ വില്ലേജിൽ പോയിനെങ്കിലും കസിൻസായിട്ട് ഫസ്റ്റ് ടൈം ആട്ടോ പോകുന്നത്. ഈ വർഷത്തെ സ്കൂൾ വെക്കേഷന് എൻ്റെ കസിൻ സിസ്റ്റർ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അവരുടെ കൂടെയാണ് ഇന്നത്തെ ഈ യാത്ര. ഇക്ക വന്നിട്ടില്ല കേട്ടോ. ഇക്കാക്ക് ഡ്യൂട്ടി ആയതുകൊണ്ട് ഞാനും മോനും മാത്രമേ ഇവരോട് പോയിട്ടുള്ളൂ. പിന്നെ ടിക്കറ്റ് പ്രൈസിൽ നമ്മൾ 3-ൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ഒരാൾക്ക് 7.5 ദിറംസേ ആവുന്നല്ലോ. അതർവൈസ് നമുക്ക് വീക്കെൻഡ് അല്ലെങ്കിൽ 25 ദിറംസും വീക്കെൻഡ് ആണെങ്കിൽ 30 ദിറംസ് ആട്ടോ ടിക്കറ്റ് പ്രൈസ് വരുന്നത്. വീക്കെൻഡ് ഡേ ആയിട്ട് വരുന്നത് ഫ്രൈഡേ ടു സൺഡേ ആട്ടോ വീക്കെൻഡ് ആയിട്ട് വരുന്നത്. നമ്മൾ അബുദാബിയിലാണെങ്കിൽ എനിക്കിത് വേർത്തായിട്ട് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ ഷെയ്ഖ് സയ്യിദ് ഫെസ്റ്റിവലിൻ്റെ ഒരു ഏകദേശം മോഡൽ തന്നെയാണ് ഈ ഗ്ലോബൽ വില്ലേജും. പറയാൻ കാരണം അബുദാബിയിൽ ഇങ്ങോട്ടേക്ക് ഏകദേശം 1.5 അവർ യാത്രയുണ്ട്. മാത്രമല്ല നമ്മൾ ഷെയ്ഖ് സയ്യിദ് ഫെസ്റ്റിവലിന് ഈ ഗ്ലോബൽ വില്ലേജിനെക്കാട്ടും ടിക്കറ്റ് പ്രൈസ് വളരെ കുറവാണ്. 10 ദിറംസ് മാത്രമേ നമുക്ക് ഷെയ്ഖ് സയ്യിദ് ഫെസ്റ്റിവലിന് വരുന്നുള്ളൂ. നിങ്ങൾക്ക് പേഴ്സണലി ഗ്ലോബൽ വില്ലേജ് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് തന്നെ വന്നു കേട്ടോ. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. നമ്മൾ ടൈം ചൂസ് ചെയ്തത് ഈവനിങ് ആണ്. ഈവനിങ് ഒരു 5:30 അങ്ങനെ ആകുമ്പോൾ നമ്മൾ വന്നിട്ടുണ്ടായിന്. കാരണം നമുക്ക് നൈറ്റിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാം. പിന്നെ അത്യാവശ്യം നല്ലോണം നടക്കാനൊക്കെ ഉണ്ട്. നടന്ന് നമ്മളൊരു വിധമായിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ സൗദി എക്സ്പ്ലോർ ചെയ്യാൻ പോയപ്പം അവിടുന്ന് ഫ്രീ ആയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ സ്വീറ്റ്സൊക്കെ തന്നിട്ടുണ്ടായിന്. ഈ ഒരു ഡ്രിങ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിന്. മധുരമെല്ലാം കുറഞ്ഞിട്ടുള്ള ഒരു നല്ല അടിപൊളി ഒരു ഡ്രിങ്ക് ആയിരുന്നു. പിന്നെ അത്ര കണ്ടപ്പോൾ അയാൾ നമ്മൾ നന്നായിട്ട് സോപ്പിട്ടിരുന്നു. അതുകൊണ്ട് ഒരു 1-2 കുപ്പിയെല്ലാം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെ ചുട്ടുമണിക്ക് വിശന്നപ്പോൾ ഞാൻ ബനാനൊക്കെ കൊടുത്തിട്ട് ഓനെ ഒന്ന് സോപ്പിട്ട്. എന്നാലേ ഓനെന്നെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ വിടുമല്ലോ. അങ്ങനെയല്ല കേട്ടോ, ഓന് പൊതുവെ ഒരു ശാന്തമായ സ്വഭാവക്കാരനാണ്. പക്ഷേ വിശന്ന് കഴിഞ്ഞാൽ ആ ശാന്തത പോകും കേട്ടോ. അങ്ങനെ ഓൻ്റെ വിശപ്പെല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ വീണ്ടും എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി. പിന്നെ ഓൻ്റെ വിശപ്പ് കഴിഞ്ഞപ്പോൾ നമുക്ക് വിശക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ഒരു സ്വീറ്റ് കോൺ വാങ്ങിയിട്ടുണ്ടായിന്. പൊതുവെ അവിടെ ഫുഡിനൊക്കെ ഭയങ്കര റേറ്റ് അല്ലേ. അപ്പം നമ്മളിങ്ങനെ സ്നാക്സ് ഐറ്റംസ് മാത്രമാണ് കേട്ടോ കഴിച്ചത്. ഈ ഒരു ടൈം ആകുമ്പോൾ തന്നെ എല്ലാവർക്കും നല്ല ടയേർഡായിട്ടുണ്ടായിന്. ടയേർഡായത് നമ്മൾക്കാണ്. പിള്ളേരൊക്കെ നല്ല ആക്റ്റീവ് തന്നെയാണ് ഉണ്ടായത്. അവർ പറഞ്ഞ് കുറച്ചും കൂടി ടൈം കഴിഞ്ഞിട്ട് പോവാന്ന്. അങ്ങനെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടി ടൈം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. നല്ല രസമില്ലേ ഈ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട്. ഞാനും ഈ ഒരു ഡാൻസ് കണ്ടപ്പം അവിടെ സ്റ്റക്കായതാട്ടോ. അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. ആകെ കുറച്ച് ക്ലിപ്സ് മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അവരുടെ ഡാൻസ് അത്രക്കും അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ജപ്പാനിൽ പോയപ്പം ഈ ഒരു സാധനം അവർ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ടുണ്ടായിന്. എല്ലാ പെയിൻ റിലീഫിനും പറ്റിയൊരു മെഡിസിൻ ആണെന്നാണ് അവർ പറഞ്ഞത് കാര്യം തന്നെ കേട്ടോ. ഈ ഒരു ടൈം ആകുമ്പോൾ എനിക്ക് നല്ല ഹെഡ് ഏക്ക് ഉണ്ടായിന്. ആ മെഡിസിൻ ഒരു 1 ഡ്രോപ്പ് എടുത്തിട്ട് ഞാനൊന്ന് മണത്തതേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ എൻ്റെ തലവേദനയ്ക്ക് ഒരു സമാധാനം കിട്ടീന്. ആദ്യം നമുക്കൊരു നീറ്റലൊക്കെ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് പോയിക്കോളും. അപ്പോൾ ഇന്നത്തെ ഗ്ലോബൽ വില്ലേജിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.